എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മൾ ചോക്കോബാർ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് എങ്ങനെ ചോക്കോബാർ പുഡിംഗ് ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാട്ടിത്തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിന് ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമുമാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ലാർജ് ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫുൾ പാക്കറ്റ് വിപ്പിംഗ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഹാഫ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മളത് ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്താലാണ് അതൊരു ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലഫിയായി കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ക്രീമായിട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തോരം സ്വീറ്റ്നെസ് അതിലുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം വിപ്പിംഗ് ക്രീമിലൊക്കെ ഓൾറെഡി ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ ചില ആളുകൾക്ക് സ്വീറ്റൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ്. നെക്സ്റ്റ് നമ്മളൊരു പുഡിംഗ് ട്രേ എടുക്കുക. അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഒരു വ്രാപ്പർ യൂസ് ചെയ്തിട്ട് ഈ ട്രേ നമ്മൾ ഒന്ന് വ്രാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുക 1 അവർ. ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് 1 അവർ. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ലെയറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമ്മളുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു പാത്രത്തിൽ നല്ല വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു ബൗളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക, അതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റും ക്രീമും കൂടിയിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മാത്രമേ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടുള്ളൂ. ഒരു 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് ഇവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി കറക്റ്റ് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അത് നല്ല ഫ്രീസായിട്ടില്ല, പക്ഷെ ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഫ്രീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ടായിട്ടും. അങ്ങനെ നമ്മളുടെ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.